സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കടയാണ്. അതിന് ചക്കൊക്കെ വേവിച്ച് പഴുത്ത ചക്ക വേവിച്ച് വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് അത് കുറച്ച് അരിപ്പൊടി എടുത്ത് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. വേവിച്ചിട്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് അതിലേക്ക് ആ ചക്ക ഇട്ട് ഉപ്പും ഇട്ടിട്ട് ഇളക്കി പാകാക്കി വെച്ചതാണത്. പിന്നെ ശർക്കര, നല്ല ജീരകം, തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് ഏലക്കായും കൂടി പൊടിച്ച് ഇളക്കി വെച്ചതാണത്. നമുക്കിനി അത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല രുചിയുള്ള ഒരു അടയാണിത്. ചക്ക ഉള്ളവർക്കൊക്കെ ചക്ക പഴുത്ത ചെയ്യാൻ പറ്റിയ ഒരു അടയാണ്. ആദ്യം കുറച്ച് പൊടി എടുത്ത് പരത്തുക. ചക്ക അരിപ്പൊടിയും കൊടുത്ത് കുഴച്ച് വെച്ചതാണിത്. ചക്ക വേവിച്ചതും ചൂടോടെ ഞാൻ പൊടിയിരിക്കുന്നുണ്ട്, ഒഴിച്ച് വെച്ചാൽ മതി. തലേദിവസം ചക്ക വേവിച്ച് വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് പിറ്റേ ദിവസം അതൊന്ന് ചൂടാക്കിയിട്ട് ഈ വറുത്ത പൊടിയിരിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടാണ്ട് കൂട്ടി ഇളക്കി എന്നിട്ട് അട ഉണ്ടാക്കിയിട്ട് ആവിയിൽ വേവിക്കുക. നല്ല രുചിയുള്ള അടയാണ്. നമ്മൾ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ, പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് ശർക്കരയും തേങ്ങയും അങ്ങനെ വെച്ച് മടക്കിയിട്ട് അത് ആവിയിൽ വേവിക്കുക. ഇനി ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് കാണിക്കാം. നമ്മുടെ അടയൊക്കെ നന്നായി ആവി കയറ്റി വെന്തുണ്ട്. ഇപ്പോൾ നല്ല രുചിയുള്ള അടയാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് വെക്കുക. പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ അത് വേവിച്ച് അരിപ്പൊടിയിൽ കുഴച്ചിട്ട് ഇലയിൽ പരത്തിയിട്ട് ഇങ്ങനെ ആവി കയറ്റാൻ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.